ഹലോ ഹായ്, ഇന്ന് ഞാൻ ഇറച്ചി ഒലത്തണത് കാണിച്ചു തരാം. ഇടിച്ച മുളക് ഇട്ട് ഒലത്തണത് കേട്ടോ. അതിനായിട്ട് 1/2 കിലോ ഇറച്ചി ഇവിടെ കഴുകി വാരി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ആവശ്യമുള്ളത് ഒരു വലിയ തക്കാളി, ഒരു 20 വെളുത്തുള്ളി അല്ലി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കൊച്ചുള്ളി, 2 മീഡിയം സൈസ് സവാള ഒരു വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചത്. ഇനി കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ചതച്ചമുളകും ഉള്ളിയും നമുക്കിപ്പോൾ വേണ്ട കേട്ടോ. ആദ്യം നമുക്ക് ഇറച്ചി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് ഈ ചതച്ച് വെച്ചതിന് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ തക്കാളി എല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ അത്യാവശ്യം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 2 പച്ചമുളകൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 ചെറിയ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ഒറ്റയ്ക്ക് വീഡിയോ പിടിക്കുന്നുണ്ട് കേട്ടോ. ഓരോ സാധനങ്ങൾ ഞാൻ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. വെച്ച് പിന്നെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം മിക്സ് ആയിക്കോളൂ കേട്ടോ. അങ്ങനെ കൂട്ടി കുഴക്കണമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം, അത് മതി. ഇങ്ങനെ ഇരുന്നോട്ടെ. നമുക്ക് അടച്ച് വെച്ചൊരു 5 വിസിൽ വരട്ടെ. ഓരോരുത്തരെ കുക്കറിന് ആവശ്യമായിട്ടുള്ള വിസിൽ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 വിസിലിന് എടുക്കും. 5 വിസിലിന് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. തുറന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഞാൻ വെന്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 5 വിസിൽ വരെ ഇട്ട്. കാരണം ഇറച്ചി അത്ര നല്ല മൂത്തിറച്ചിയല്ലായിരുന്നു. അതുകൊണ്ടിട്ട് 5 വിസിൽ തന്നെ ആയി. നമ്മൾ അധികം വെള്ളം ഒഴിച്ചില്ല, 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. പക്ഷേ ഇറച്ചിയിലും വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം വെക്കുക. ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതൊക്കെ ചതച്ച് വെച്ച് ഉള്ളിയൊക്കെ ഞാൻ കാണിച്ചില്ലേ. ഇതൊരു 25 ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളി പിന്നെ ഇതൊക്കെ പകുതി ഇട്ടതാണ് ഞാൻ. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ എരിവിന് അത്യാവശ്യമുള്ളത് ഇട്ടാൽ മതി. എൻ്റെ മുളക് ഇച്ചിരി എരിവ് കൂടിയ മുളകാണ്, എരിവുള്ള മുളകാണ്. നേരം ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രേവിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായി പൊടിഞ്ഞിട്ടില്ലേ മുളക് കണ്ട. അതുകൊണ്ടിട്ടാണ് ഞാൻ കുറച്ച് ആ മുളക് പൊടി എടുത്തത്. വേപ്പില വേണ്ട, വാടിയിരിക്കണം. വാടിയ വേപ്പില കുഴപ്പമില്ല. അങ്ങനെ വേപ്പില അത്യാവശ്യം വേപ്പില വേണം. മല്ലിച്ചീരയും പുതിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. വേണ്ട, എൻ്റെ മീൻ പ്രസവിച്ചതാണ്. കുഞ്ഞ് ഗ്ലാസ്സിലിട്ട് വെച്ചിരിക്കുന്നതിന് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ നേരത്തെ ഇട്ടയില്ല, ബാക്കിയാണ് കേട്ടോ. ഇഞ്ചി, കറിവേപ്പില, വഴറ്റി കൊടുക്കാം. കുറച്ചൊന്ന് വാടട്ടെ കേട്ടോ. ആവശ്യം ഇപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് മൊരിയണ്ട, മൂത്ത് ഗോൾഡൻ കളർ പോലെ ഒന്നും ആകണ്ട. ഞാനിതിലേക്ക് മുളക് പൊടി ഇടുന്നതിന് ഇടിച്ച മുളക് അല്ല, ഇതൊരു 3 സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്നാ ഈ മുളക് അധികം ചതഞ്ഞിട്ടില്ലേ, അപ്പോൾ ഗ്രേവിക്ക് ഒരു കളർ കിട്ടില്ല. പിന്നെ അങ്ങനെയല്ല, ഈ എരിവ് എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ലല്ലോ. കുറച്ച് ചിലവരൊന്നും എരിവൊക്കെ ഭയങ്കരമായിട്ട് കുറവേ കഴിക്കണം. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് കാശ്മീരി മുളക് മേടിച്ച് പൊടിച്ച് വെച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കുറച്ച് 1 സ്പൂൺ ഇടുന്നുണ്ട്. നല്ല കളർ കിട്ടും, ഗ്രേവി നല്ല കളറായിരിക്കും. ഇവിടെ അത്യാവശ്യം എരിവ് വേണം കറിക്ക്. നിങ്ങൾക്ക് എരിവ് നല്ല വേണം കറിക്ക്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം നമ്മൾ ഓൾറെഡി
ബീഫിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണ്ട. ഇനി കുറച്ച് മാത്രം, ഇനി പേരിന് മാത്രം ഇതിലൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട്. ഗരം മസാലയൊക്കെ ഞാൻ പൊട്ടിച്ച് വെക്കണതാണ്. ഞാൻ കടയിൽ നിന്ന് വാങ്ങൂലൊന്നും. ഗരം മസാലയൊക്കെ പൊട്ടിച്ച് വെക്കലാണ്. ബീഫ് അത്യാവശ്യം എല്ലുള്ള ബീഫ് മേടിക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. മൂത്ത് മല്ലിച്ചീരയും പുതിയ ഇപ്പം എൻ്റെ കയ്യിലുണ്ടാകും കൊണ്ടിട്ടാണ് ഞാൻ ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കിട്ടോ. പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ വെച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത്. നമുക്ക് ബീഫ് ഇതിലേക്ക് കൊട്ടാം. തിളച്ചിങ്ങനെ കൊട്ടുമ്പോൾ നോക്കണം കേട്ടോ, കാരണം തെറിക്കും. കാരണം എനിക്ക് ഈ ഒറ്റക്കൈ കൊണ്ട് പിടിച്ച് ചെയ്യുന്നതുകൊണ്ടിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ആരും വീട് പിടിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടിട്ടേ. അപ്പോൾ ഒറ്റക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നോക്കണം കേട്ടോ. കണ്ട കളർ ഉണ്ടാക്കി ഇതിൽ എത്രത്തോളം കറക്റ്റായിട്ട് കാണണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കണം. ഉപ്പൊന്നും ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം, കുറച്ച് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് കുറച്ച് വെക്കട്ടെ. തീ ഒന്ന് കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയട്ടെ, നമുക്ക് കറി നോക്കാട്ടെ അങ്ങനെ ഉണ്ടല്ലോ. വാ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറി ഇതുണ്ടോ. ഇത് നോക്കി ആ എല്ല് നെയ്യൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് എല്ലിൽ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയണില്ല, ഇത് രാത്രിയൊക്കെ വെച്ചിട്ട് പിറ്റേന്നൊക്കെ കൂട്ടണം. അടിപൊളി ടേസ്റ്റാണ് ഇത്. ഞാൻ വെറുതെ പറയണില്ല, അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് ഒന്ന് അറിയിക്കുക ഇങ്ങനെയുണ്ട് ഈ കറിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണ്ട ആ എല്ലൊക്കെ പിടിച്ച്, എല്ലിൽ ആ നെയ്യും ഇറച്ചിയൊക്കെ പിടിച്ചിരിക്കണത് കണ്ട. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇത് ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇത് ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഒരുപാട് കുറ്റങ്ങളും കുറവുകളുണ്ട് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാം ശരിയാക്കാം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള വീഡിയോകളൊക്കെ പതിയെ വരുന്നുള്ളൂ. കാരണം ഇതിൻ്റെ കുറച്ചൊക്കെ പഠിക്കാനുണ്ട്, കാരണം കുറച്ചൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്നും കൂടെ ഞാൻ പറയുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എല്ലാവരും കേട്ടോ. ആവശ്യം ഒന്ന് വാടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് മൊരിയണ്ട, മൂത്ത് ഗോൾഡൻ കളർ പോലെയൊന്നും ആകണ്ട. ഞാനിതിലേക്ക് മുളക് പൊടി ഇടുന്നതിന് ഇടിച്ച മുളക് അല്ലേ, ഇതൊരു 3 സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്നാ ഈ മുളക് അധികം ചതഞ്ഞിട്ടില്ലേ, അപ്പോൾ ഗ്രേവിക്ക് ഒരു കളർ കിട്ടില്ല. പിന്നെ അങ്ങനെയല്ല, ഈ എരിവ് എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ലല്ലോ. കുറച്ച് ചിലവരൊന്നും എരിവൊക്കെ ഭയങ്കര കുറവായി കഴിക്കണം. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് കാശ്മീരി മുളക് മേടിച്ച് പൊടിച്ച് വെച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കുറച്ച് 1 സ്പൂൺ ഇട്ടുന്നുണ്ട്. നല്ല കളർ കിട്ടും, ഗ്രേവി നല്ല കളറായിരിക്കും. ഇവിടെ അത്യാവശ്യം എരിവ് വേണം കറിക്ക്, നിങ്ങൾക്ക് എരിവ് നല്ല വേണം കറിക്ക്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ബീഫിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മാത്രം, ഇനി പേരിന് മാത്രം ഇതിലൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട്. ഗരം മസാലയൊക്കെ ഞാൻ പൊട്ടിച്ച് വെക്കണതാണ്. ഞാൻ കടയിൽ നിന്ന് വാങ്ങൂലൊന്നും. ഗരം മസാലയൊക്കെ പൊട്ടിച്ച് വെക്കലാണ്. ബീഫ് അത്യാവശ്യം എല്ലുള്ള ബീഫ് മേടിക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. മൂത്ത് മല്ലിച്ചീരയും പുതിയ ഇപ്പം എൻ്റെ കയ്യിലുണ്ടാകും കൊണ്ടിട്ടാണ് ഞാൻ ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കിട്ടോ. പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ വെച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത്. നമുക്ക് ബീഫ് ഇതിലേക്ക് കൊട്ടാം. തിളച്ചിങ്ങനെ കൊട്ടുമ്പോൾ നോക്കണം കേട്ടോ, കാരണം തെറിക്കും. കാരണം എനിക്ക് ഈ ഒറ്റക്കൈ കൊണ്ട് പിടിച്ച് ചെയ്യുന്നതുകൊണ്ടിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ആരും വീട് പിടിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടേ. അപ്പോൾ ഒറ്റക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നോക്കണം കേട്ടോ. കണ്ട കളർ ഉണ്ടാക്കി ഇതിൽ എത്രത്തോളം കറക്റ്റായിട്ട് കാണണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കണം. ഉപ്പൊന്നും ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം, കുറച്ച് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് കുറച്ച് വെക്കട്ടെ. തീ ഒന്ന് കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയട്ടെ.